ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം, ഈയൊരു വിഷയം വളരെ വളരെ ആഴത്തിൽ പഠിക്കാനുള്ളതാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മനഃശാസ്ത്ര ഗ്രന്ഥം കൂടിയാണ് ഭഗവത്ഗീത. അത് കേവലം മനഃശാസ്ത്രമല്ല, ആത്മീയമായ ഒരു മനഃശാസ്ത്രം. അതായത് മനുഷ്യൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്ന ഒരു മനഃശാസ്ത്രം. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നത് വികാസത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം മനുഷ്യൻ ആ വികാസത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാവണം. നമുക്ക് നമ്മുടെ വികാസം എന്ന് പറയുന്നത്, വികസനം എന്ന് പറയുന്നത് കേവലം ഭൗതിക തലത്തിലാണ് നമ്മൾ കാണുന്നത്. ഭൗതിക തലം എന്ന് പറയുമ്പോൾ ഇന്ന് നമുക്കറിയാം, വിദ്യാഭ്യാസം, ജോലി, പണം, സുഖം, സൗകര്യം, ഭാര്യ, മക്കൾ, അങ്ങനെയുള്ളൊരു പാരാഫെർനീലിയ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതാണ് ഇന്ന് വികാസം, വികസനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൂടുതൽ കൊട്ടിഘോഷിക്കുന്നത്. അപ്പോൾ ഭൗതികമായ, ഇപ്പോൾ റോഡുണ്ടാവുന്നു, ഹോസ്പിറ്റലുകൾ ഉണ്ടാവുന്നു, ഇതൊക്കെ ഡെവലപ്പ് ചെയ്താലും മനുഷ്യൻ്റെ മനസ്സുകൂടെ ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഡെവലപ്മെൻ്റ് ഒന്നും മനുഷ്യനെ പരിപൂർണമായി വികസിപ്പിക്കില്ല. ഇപ്പം മനുഷ്യൻ അറിയണം, അവൻ്റെ വികാസം രണ്ട് തലത്തിലാണ്. ഒന്ന് ബുദ്ധി തലത്തിലുള്ള വികാസം. ആ ബുദ്ധിയുടെ വികാസമാണ് ഇന്ന് വിദ്യാഭ്യാസവും ഇന്നത്തെ ടെക്നോളജിയും ഇന്നത്തെ ഹോസ്പിറ്റലും മെഡിക്കൽ സയൻസും ഇന്നത്തെ എയറോനോട്ടിക്കൽ സയൻസും അതുപോലെ അസ്ട്രോണമിയും എല്ലാം ബുദ്ധിയുടെ വികാസമാണ്. പക്ഷേ മനസ്സെന്നത് നാം മനസ്സിലാക്കിയിട്ടില്ല. അതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും ഇന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും, സൈക്യാട്രി എന്ന് പറയുന്നൊരു മെഡിക്കൽ വിഭാഗമുണ്ടെങ്കിലും ശരിക്കും മനുഷ്യ മനഃശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളുകൾ കുറവാണ്. വളരെയധികം നമുക്കിന്നൊരു വിഷമം തോന്നുന്നൊരു കാര്യം ഇതാണത്. മനുഷ്യൻ്റെ മനസ്സിനെ വികസിപ്പിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസം നമുക്കില്ല. അപ്പം എന്താണ് ഈ മനോവികാസം എന്നത് കണ്ടുപിടിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ ഭഗവത്ഗീത പഠിക്കണം. അപ്പം അവിടെ ഗീതയിൽ കൃഷ്ണൻ പറയുന്നത്, ഓരോ മനുഷ്യനും ഭൂമിയിൽ ജനിച്ചു വരുമ്പോൾ തന്നെ അവരുടെ ഉള്ളിൽ കാമം, ക്രോധം, ലോഭം, മോഹം, സ്വാർത്ഥത, അസൂയ തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ അവരിൽ അന്തർലീനമാണ്. ഒരുപക്ഷെ കൊച്ചു കുട്ടികളിൽ നമ്മൾ കാണില്ലായിരിക്കാം. പക്ഷെ വളർന്നു വരുന്തോറും ആ കുട്ടിയിലുള്ള സെൽഫിഷ്നെസ്, കുട്ടിക്ക് എല്ലാം തൻ്റേതാക്കി വെക്കണം, എന്ത് കിട്ടിയാലും ആർത്തി തീരാത്ത ആ ലോഭം, അതിനെയാണ് ലോഭം, എല്ലാം എടുത്തു വയ്ക്കാനുള്ള, തൻ്റേതാക്കാനുള്ള പ്രവണത. അപ്പം തൻ്റെ സുഖങ്ങളോട്, തൻ്റെ താല്പര്യങ്ങളോട് മനുഷ്യ മനസ്സിലെന്നും ഒരു സ്വാർത്ഥ ചിന്തകൾ ഉണ്ടാകാറുണ്ട്. ഈ സ്വാർത്ഥമായ സ്വന്തം സുഖത്തിന് വേണ്ടിയുള്ളൊരു ക്രേവിങ് മനുഷ്യൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അവൻ വളർന്നു വരുന്നതിനനുസരിച്ച് അവൻ്റെ സ്വാർത്ഥ സുഖങ്ങൾക്ക് അവൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ അവൻ വികസിക്കുന്നതിന് പകരം നേരെ കൂപ്പുകുത്തും. കാരണം അവൻ്റെ ഊർജ്ജശക്തി അവനെ അവനവനിലേക്ക്, സ്വാർത്ഥതയിലേക്ക്, അവൻ്റെ ലോകത്തിലേക്ക് ചുരുക്കി ക്രമേണ മനസ്സിലാവും ലോകത്തിനൊരാവശ്യമില്ലാത്ത വ്യക്തിയായി തീരും. അതാണെന്ന് പല ചെറുപ്പക്കാർക്കും പറ്റുന്നത്. നമ്മൾ ലോകത്തിനനുസരിച്ച് പോകണമെങ്കിൽ നമ്മുടെ ഊർജ്ജശക്തിയെ നമ്മൾ പാഴാക്കരുത്. ആ ഊർജ്ജശക്തി നമുക്കറിയണം എവിടെ നമുക്ക് സ്വാർത്ഥ സുഖം വേണം. നമ്മൾ ലോകത്തിനൊപ്പം പോകേണ്ടതുണ്ട്, മനസ്സ് വികസിക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സ് വികസിക്കുമ്പോഴാണ് നമ്മുടെ കഴിവുകളും നമ്മുടെ എല്ലാം സമൂഹത്തിന് പോലും പ്രയോജനപ്പെടുന്നത്. അപ്പം അങ്ങനെ മനുഷ്യൻ്റെ സ്വാർത്ഥ സുഖങ്ങളിലേക്ക്, സ്വാർത്ഥ വാസനകളിലേക്ക് അങ്ങനെ ഒതുങ്ങിപ്പോകുമ്പോൾ എന്തു പറ്റുന്നു? ആ വ്യക്തി അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ മറന്നുപോകും. ഇപ്പം അർജുനനെ സംബന്ധിച്ച് അർജുനൻ്റെ സ്വാർത്ഥ സുഖത്തിന് പ്രാധാന്യം കൊടുത്തപ്പോൾ, എൻ്റെ ആളുകളെ, എൻ്റെ ഗുരുവിനെ, എൻ്റെ പിതാമഹനെയൊക്കെ ഞാനങ്ങനെ വധിച്ചിട്ടുള്ള ഒരു രാജ്യമൊന്നും വേണ്ട. പക്ഷെ ഒരു രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്, സംസ്കാരത്തിന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന ഒരു തിരിച്ചറിവ് അർജുനനില്ലാതെ പോയി. ഈ യുദ്ധം എന്ന് പറയുന്നത് വ്യക്തികളോടുള്ളതല്ല, രണ്ട് കാഴ്ചപ്പാടുകളോടുള്ള യുദ്ധമാണ്. അപ്പം അവിടെ അധർമ്മത്തിനെതിരെ, അത് ആരാവട്ടെ, സ്വന്തം അച്ഛനായാലും ശരി, അമ്മയായാലും ശരി, അധർമ്മത്തിൻ്റെ പക്ഷത്താണെങ്കിൽ അതിൽ വിട്ടുവീഴ്ചയില്ല. കാരണം ഒരു ക്ഷത്രിയൻ്റെ ധർമ്മം ഒരു
മിലിറ്ററിക്കാരൻ്റെ ധർമ്മം, ഒരു പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ധർമ്മം അവിടെ അപ്പുറത്ത് തൻ്റെ അച്ഛനാണോ അമ്മയാണോ എന്നുള്ളതല്ല. ഞാൻ കാശ്മീരിൽ നടന്നൊരു സംഭവം എന്നെ ഏറെ സ്പർശിച്ചത്, ഒരു മകൻ അവനെ കാശ്മീരിൽ അവൻ തീവ്രവാദ ഗ്രൂപ്പുകളിൽ പെട്ടു. അങ്ങനെ അവിടെ വെടിവെച്ച് കൊന്നു അവനെ, തീവ്രവാദി ചെയ്തുകൊണ്ട്. ഇവൻ്റെ ബോഡി ഇവർ വീട്ടുകാരോട് എടുത്തോളാൻ പറഞ്ഞു പട്ടാളക്കാർ. ആ അമ്മ മുസ്ലിം അമ്മയാണേ, അവർ പറയാണ്, രാഷ്ട്രത്തിനെതിരെ നിന്ന ഈ മകനെ ഇനി എനിക്ക് വേണ്ടാന്ന്. നിങ്ങളെന്താ വെച്ചാൽ കത്തിക്ക്, എന്താ വെച്ചാൽ ചെയ്തോളൂ, അവൻ എൻ്റെ പുത്രനല്ല, ഈ രാജ്യത്തിനെതിരായി നിന്നവൻ എൻ്റെ പുത്രനല്ല. എന്തൊരു ഡിക്ലറേഷനായിരുന്നു പറയും. അതാ കാശ്മീരിനെ മുഴുവൻ വാസ്തവത്തിൽ അവിടെ ചെറുപ്പക്കാരെ ഞെട്ടിച്ച് കളഞ്ഞു. കാരണം എന്നിട്ട് അവരൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾ ഓരോ അമ്മമാരും ഇതുപോലെ സ്വന്തം മക്കൾ വഴിതെറ്റിപ്പോയാൽ അവരെ തിരസ്കരിക്കാൻ തയ്യാറായാൽ ഒരു മകനും വഴിതെറ്റില്ല എന്ന്. നിങ്ങളവർക്ക് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ കൂടുതൽ ഇങ്ങനെ ചെറുപ്പക്കാർക്കിതിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഒരുക്കുന്നത്. അപ്പം ഇതുപോലെ നാം നമ്മുടെ മനസ്സിനെ, സ്വാർത്ഥ സുഖങ്ങളെ, സ്വാർത്ഥ താല്പര്യങ്ങളെ ഒന്ന് തടയിട്ടിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഊർജ വികസനത്തിന്, മാനസിക വികസനത്തിന്, മാനസിക പക്വതയ്ക്ക് നമുക്കൊരു തടസ്സമാണ്. പിന്നീട് നാം അനുഭവിക്കും, അതിൽ സംശയിക്കണ്ട. കാരണം ഇത് നമ്മുടെ തന്നെ വികാസത്തിനെതിരെ നിൽക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. കാരണം വികസനം എന്നത് മനസ്സിൽ സംഭവിക്കേണ്ടതാണ്. നമ്മളതിനെതിരെ നിൽക്കുന്നു, നമ്മളതിനെ തടസ്സപ്പെടുത്തുന്നു, അത് അത്രമാത്രം നമ്മളെ പുറകോട്ട് കൊണ്ടുപോയി ഇന്നല്ലെങ്കിൽ നാളെ നാം ദുരിതം അനുഭവിക്കും, ദുഃഖിക്കും. നാം അതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനത് ചോദിച്ചത്, എന്താണ് എന്നെ മുന്നോട്ട് പോകാൻ തടസ്സം സൃഷ്ടിക്കുന്നത്, എന്താണ് എന്നെ പുറകോട്ട് വലിക്കുന്നത്? അതാണ് കാമയേഷ ക്രോധ, അവനവൻ്റെ സ്വാർത്ഥ വാസനകൾ, ഉള്ളിലുള്ള വാസനകൾ. എല്ലാ ആളുകളിലുണ്ട് ഈ വാസനയാണ് പിന്നീട് സ്വാർത്ഥ പ്രേരണകളായിട്ട് നമ്മളെ നമ്മുടെ സ്വാർത്ഥ സുഖങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകും. അപ്പം നമ്മുടെ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ക്രമേണ ആ ഒരു നെഗറ്റീവ് ഊർജത്തിലേക്ക് വലിയുമ്പോൾ ആ അന്തരീക്ഷം പോലും നമ്മൾ നെഗറ്റീവാക്കും. അത് നമ്മൾ അറിയില്ല. അത് കുറച്ചൊരു സ്പിരിച്വൽ മൈൻഡായിട്ടുള്ള ആളുകൾക്ക് വേഗം മനസ്സിലാവും. അതുകൊണ്ടാണ് ഇത്തരം ആളുകളെയൊക്കെ ആളുകൾ സമൂഹത്തിൽ നിന്ന് മാറ്റുന്നത്. കാരണം അവരുടെ ഊർജം, ഒരു നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടാക്കുന്നു. അത് അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് കൃഷ്ണൻ പറയുന്നത് പോലെ ഭീഷ്മാചാര്യരും ദ്രോണാചാര്യരും ഒക്കെ പേഴ്സണലി നല്ലവരാണ്. പക്ഷെ അവരുണ്ടാക്കുന്ന ഒരു എനർജി സമൂഹത്തിന് ബാധകമാണെങ്കിൽ, ബാധ്യതയാണെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. കാരണം ഇത് വ്യക്തികളോടുള്ള ദേഷ്യമില്ല. ഭീഷ്മ പിതാമഹരെ ഏറെ ബഹുമാനിച്ച ആളാണ് കൃഷ്ണൻ, ദ്രോണാചാര്യ ഏറെ ബഹുമാനിച്ച ആളാണ് കൃഷ്ണൻ. പക്ഷെ അവരുണ്ടാക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, മാനസികമായൊരു സ്വാർത്ഥതയുടെ എനർജി, അതൊരു നിസ്വാർത്ഥമായ സമൂഹത്തിന്, ധാർമ്മികമായ സമൂഹത്തിന് അത് അപകടമാണ്. എനിക്ക് യുവാക്കളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ വെറും ശരീരങ്ങളെ കണ്ടിട്ടുള്ള ജീവിതമായിരിക്കും, പക്ഷേ ശരീരം നിൽക്കുന്നത് ഊർജ്ജത്തിലാണെന്ന് മറക്കരുത്. ഫിസിക്സ് നിങ്ങൾ പഠിച്ചവരാണ്. ആ ഊർജ്ജത്തിന് പോസിറ്റീവ് നെഗറ്റീവ് എനർജി ഉണ്ടെന്ന് മറക്കരുത്. നിങ്ങളൊരു പോസിറ്റീവ് എനർജിയുള്ള സ്ഥലത്ത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് അടിക്കും. അത് നിങ്ങൾ വിചാരിക്കേണ്ടത്, ഞാൻ പറയണത് ഗൗരവത്തിലെടുത്തോളൂ നിങ്ങൾ. കാരണം അത് അടിക്കുന്നുള്ള കാര്യം സംശയം. കാരണം ഒരു വശത്ത് ഊർജ്ജശക്തി, പോസിറ്റീവ് ശക്തി, അതിലേക്ക് അടുക്കില്ലേ നെഗറ്റീവ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഫിസിക്സ് പഠിച്ചവരല്ലേ. ഒരു ആറ്റത്തിന് ചുറ്റും അതിൻ്റെ ഔട്ടർ സർക്കിളിലാണ് നെഗറ്റീവായിട്ടുള്ള ഇലക്ട്രോൺ പവർ. അത് ഒരിക്കലും അതിൻ്റെ പോസിറ്റീവ് കേന്ദ്രത്തിലേക്ക് അടുക്കാൻ പറ്റില്ല. അത് അവിടെ നിന്നത് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണ്. ഇലക്ട്രോണുകൾ എപ്പോഴും ഔട്ടർ സർക്കിളിൽ മാത്രമേ കറങ്ങുന്നുള്ളൂ. ഒരു ആറ്റത്തിൻ്റെ ഇന്നർ കോറിലേക്ക് കടക്കാൻ ഇലക്ട്രോണുകൾക്ക് സാധിക്കൂ. അതിൻ്റെ ഔട്ടർ സർക്കിളിലാണ്. അതിൻ്റെ ഇന്നർ കോർ പോസിറ്റീവാണ്, അത് പ്രോട്ടോണാണ്. അതിൻ്റെയും സെൻട്രലിലേക്ക് വരുമ്പോഴാണ് ന്യൂട്രലായിരിക്കുന്ന ന്യൂട്രോൺ പവറുകൾ. ഇതൊക്കെ നമ്മുടെ ഈവൻ മോഡേൺ ഫിസിക്സ് പോലും അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിത്വവും നമ്മളതിലൂടെ കാണണം. ഇപ്പോൾ നമ്മളൊരു പോസിറ്റീവ് എനർജി ഇരിക്കുന്നിടത്ത് നമ്മളൊരു നെഗറ്റീവ് എനർജി കൂടെ നമ്മൾ തെറിച്ചു പോകും, നമ്മളവിടേക്ക് എത്തില്ല, നമ്മുടെ കഷ്ടമായിരിക്കും അത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നമ്മുടെ പൂർവികന്മാരുണ്ടാക്കി വെച്ചൊരു പോസിറ്റീവ് എനർജിയുടെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ ഭാരതത്തിൽ, ഇവിടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ ആദ്യം മുഗളന്മാർ വന്നു. അവരുടെ കയ്യിലായിരുന്നു ഭരണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഭാരതം മുഴുവൻ അടക്കി വാണവരാണ് മുഗളന്മാർ. പക്ഷേ ഇന്ന് അവരുടെ എന്തെങ്കിലും അഡ്രസ്സ് ഉണ്ടോ? എല്ലാം തകർന്ന് നശിച്ചില്ലേ? അവരുണ്ടാക്കിയ വല്ലതും ഇന്ന് അവശേഷിക്കുന്നുണ്ടോ? കുറച്ച് കെട്ടിടങ്ങളുണ്ട്,
അതെല്ലാം വീണ്ടും പോയില്ലേ? എന്തേ അതൊക്കെ പോകാൻ കാരണം? കാരണം ഭാരതത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജിക്ക് ചുറ്റും ഒരു നെഗറ്റീവ് ശൃംഖല ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഭാരതത്തിൻ്റെ പോസിറ്റീവ് എനർജി തകർക്കാൻ സാധ്യമല്ലത്. കാരണം ഇത് മഹാന്മാരുടെ തപോഭൂമിയാണ്, ഇത് ധർമ്മഭൂമിയാണ്, കർമ്മഭൂമിയാണ്, അല്ലാതെ ഭോഗഭൂമിയല്ല, നിങ്ങളുടെ ഒരു ക്രീഡാഭൂമിയല്ല, നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ് ഭൂമിയല്ലത്. അതുകൊണ്ട് ആ ധർമ്മഭൂമി, ആ കർമ്മഭൂമി, ആ തപോഭൂമിയിൽ നമ്മുടെ കുട്ടിക്കളി കളിച്ചാൽ നമ്മൾ ഔട്ടാവും. അതുകൊണ്ടാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്, അർജുന നീ നിൻ്റെ ധർമ്മം, നീ ഔട്ടായി, നിന്നെ സമൂഹം താഴ്ത്തും, നിൻ്റെ കുടുംബം തകരതോടുകൂടി. കാരണം ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ആർക്ക് നഷ്ടം? അവനവന് നഷ്ടം. അപ്പം അതുകൊണ്ട് നിൻ്റെ മനസ്സിൻ്റെ വികാസം, അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ചില ഭോഗചിന്തകൾ വരും, കുറേ തൃഷ്ണകൾ വരും. ഇതെന്തൊരു സുഖമാണ്, എൻ്റെ ലോകത്തിൽ അങ്ങനെ മുഴുകി നിൽക്കുന്നത്, അതങ്ങനെ തോന്നും. പക്ഷെ ആ ഊർജം നമ്മളെ താഴോട്ട് വലിക്കുന്നതാണെന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്നതാണെന്നും നമ്മുടെ വികാസത്തിന് തടസ്സമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നാം അതിൽ നിന്നും പുറത്ത് കിടക്കണം. അതെങ്ങനെയാണ് പുറത്ത് കിടക്കേണ്ടത്? അതാണ് ഇനി കൃഷ്ണൻ നമുക്ക് പറഞ്ഞിരുന്ന അതിഗംഭീരമായ ശ്ലോകം. ഞാൻ പറഞ്ഞില്ലേ, ഈ 39, 40, 41, 42 ശ്ലോകങ്ങൾ, 43 ശ്ലോകങ്ങൾ അതിഗംഭീരമാണ്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. മോഡേൺ സൈക്കോളജി പോലും കടന്നു പോവാത്ത തലങ്ങളിലേക്കാണ് കൃഷ്ണൻ പോകുന്നത്. നമ്മളൊരിക്കലും കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിൽ വളരെയധികം ആത്മീയമായ ശക്തി ഇരിക്കുന്ന ക്ഷേത്രങ്ങളിൽ അവിടെ രാഷ്ട്രീയം കളിക്കാൻ വരും. അവിടെ ഇരുന്നിട്ട് തോന്നിയ വർത്തമാനങ്ങൾ, അവരൊക്കെ എവിടെയുണ്ട്? ക്ഷേത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്, ക്ഷേത്ര സംസ്കാരം നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ ഒരു അന്തരീക്ഷത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ പോയാൽ അവനവൻ ആഞ്ഞടിക്കും. അത് നമ്മൾ അറിയണത്. നമുക്ക് വിവരമില്ലെങ്കിൽ വിവരമുള്ളവർ പറഞ്ഞ് കേൾക്കണം. അതാണ് ഈ രാഷ്ട്രീയക്കാരോട് പറയുന്നത്, നിങ്ങൾ ക്ഷേത്രത്തിൽ രാഷ്ട്രീയം കളിക്കരുത്. അങ്ങനെ രാഷ്ട്രീയം കളിച്ചാൽ നിങ്ങളുടെ കുടുംബം തകരും സാർ. നിങ്ങൾ നോക്കൂ, ഈ ചരിത്രം അങ്ങനെയാണ്. ഈ ലോകത്തിൽ ഭാരതത്തിൻ്റെ ചരിത്രം അതാണ്. ആരവിടെ എന്ത് നെഗറ്റീവ് ഊർജ്ജം, ഒരുപക്ഷെ നമുക്കതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കാം, നമുക്കൊരു തമാശയായിരിക്കാം, നമുക്കൊരു കളിയായിരിക്കാം. പക്ഷേ അവിടുത്തെ ഊർജ്ജശക്തി അത് നിങ്ങൾക്ക് അളക്കാൻ പറ്റില്ല. കാരണം എത്രയോ കാലമായി ഭക്തന്മാർ രൂപപ്പെടുത്തുന്ന നാമജപത്തിൻ്റെ ശക്തി നിങ്ങൾക്കൊരു പക്ഷേ കണ്ണില്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല. അന്ധത നിങ്ങളുടെ ഉള്ളിലുള്ളതുകൊണ്ട്, വിവരക്കേടുള്ളതുകൊണ്ട്. പക്ഷേ ഊർജ്ജത്തിലാണ് പ്രപഞ്ചം നിൽക്കുന്ന. ആധുനിക ഫിസിക്സ് നിങ്ങൾക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ലല്ലോ, അത് നിങ്ങൾ നിഷേധിക്കില്ലല്ലോ. അപ്പോൾ ഊർജ്ജശക്തിയിലാണ് പ്രപഞ്ചം നിൽക്കുന്നതെങ്കിൽ ആ ഊർജ്ജത്തിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ളത് എന്തായാലും പോസിറ്റീവ് അല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം. കാരണം അത് നിങ്ങളുടെ സ്വാർത്ഥതയിൽ നിന്ന് വരുന്നതാണെന്നറിയാം, നിങ്ങളുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ടാണെന്നറിയാം. അത്തരം എനർജിയുമായിട്ട് നാം അന്തരീക്ഷങ്ങളെ നോക്കണം. ഏത് അന്തരീക്ഷത്തിൽ എവിടെ പാടില്ല, എവിടെ പാടും, അതൊക്കെ നമുക്ക് വകതിരിവില്ലെങ്കിൽ അത് നമ്മുടെ കഷ്ടകാലം, നമ്മുടെ അധപ്പതനം. നിങ്ങൾ നോക്കി, എല്ലാ ക്ഷേത്രങ്ങളുടെയും ചരിത്രം എടുത്ത് നോക്കൂ. ഞാൻ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ചിന്തിച്ചു. ആശ്രമങ്ങളുടെ ചരിത്രം എടുത്ത് നോക്കൂ. അവിടെ ഒരു നെഗറ്റീവ് എനർജി. ആ അമ്പലത്തിൽ എത്രയോ പേര്, നിങ്ങൾ ശബരിമലയിലൊക്കെ പണം എണ്ണുമ്പോൾ അവിടുന്ന് പണം എടുക്കുന്നു, അതുപോലെ ഗുരുവായൂരിൽ പണം എണ്ണുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്നാൽ അവരുടെയൊക്കെ കുടുംബജീവിതത്തിൻ്റെ ഒന്ന് പുറകോട്ട് നോക്കൂ. തകർന്ന് തരിപ്പണമായി. എനിക്കറിയാം ചില ഈ ക്ഷേത്ര സംസ്കാരങ്ങളൊക്കെ എതിർത്ത ആളുകളുടെയൊക്കെ അവിടെ പോയി ബഹളം വെച്ച് പിന്നീട് അവരുടെയൊക്കെ കുടുംബജീവിതം താളം തെറ്റി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ ഗുരുവായൂരിലെ ക്ഷേത്രത്തിനടുത്ത് മമ്മിയൂരടുത്ത് താമസിക്കുമ്പോൾ എനിക്ക് അവിടുത്തെ ആ ചുറ്റുപാട് മുഴുവൻ എൻ്റെ കാതിലെത്തും അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അവിടുത്തെ ചില കാര്യങ്ങളിലൊക്കെ എതിര് നിന്ന വലിയ ചില രാഷ്ട്രീയ കൊമ്പന്മാരൊക്കെ ഉണ്ട്. ഇന്ന് എങ്ങും അല്ലാതെ പോയി തകർന്ന് തരിപ്പണമായത്, അവരെ കുടുംബം പോലും തകർന്നു. അതാണ് അത്ഭുതം. അപ്പം ഇതൊക്കെ നിങ്ങൾ തമാശക്കളിയിട്ടെടുക്കരുത്. എനിക്ക് കുട്ടികളോടൊക്കെ പറയാനുള്ളതാണ്, അമ്പലത്തിൽ പോയി നിങ്ങളുടെ മൊബൈലെടുത്ത് കളിക്കരുത്. കാരണം അവിടെ ഒരു ഊർജ്ജമുണ്ട്. നിങ്ങൾക്ക് തമാശയായിരിക്കാം ഇതൊക്കെ. അതുപോലെ അമ്പലത്തിൽ പോയിട്ട് വെറുതെ ചിറ്റ്ചാറ്റ് ചെയ്യരുത്. നിങ്ങൾ പുറത്തു പോയിക്കോ, ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറിക്കോ. ആ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ആ നെഗറ്റീവ് നിങ്ങളെയാണ് അടിക്കുക. കാരണം അവിടുത്തെ പോസിറ്റീവ് എനർജിയിലേക്ക് നെഗറ്റീവ് പോവില്ല. ആ നെഗറ്റീവ് എവിടെ നിന്നാണോ വന്ന് അവിടെ തന്നെ തിരിച്ചടിക്കും. നിങ്ങൾക്ക് അധപ്പതനം, നിങ്ങളുടെ അധപ്പതനം നിങ്ങൾക്ക് മതി എന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. പക്ഷേ ഇതൊക്കെ ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉൾക്കൊണ്ടോളൂ. കാരണം എനിക്കിത് ബോധ്യപ്പെട്ട കാര്യം, ഞാൻ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങളാണ്. ഊർജ്ജം ഞാൻ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും ഇതിനെതിരെ പ്രവർത്തിച്ചവരുടെയൊക്കെ അധപ്പതനം കണ്ടിട്ടുണ്ട്. അതും ശരിക്കും ബോധ്യപ്പെട്ടിട്ട് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, വിവേകമുണ്ടാവണം. എവിടെ എന്ത് പ്രവർത്തിക്കണം, എവിടെ എന്ത് പ്രവർത്തിക്കരുത്.
അവിടെ നിങ്ങൾ പല കഥകളും ഒന്നുകൂടി നിങ്ങൾക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. പല കഥകളും കേട്ട് കാണും. അപ്പം പ്രഹ്ലാദൻ്റെ അത് ഭാഗവത കഥയാണ്, പോട്ടെ. പ്രഹ്ലാദനെ ഉപദ്രവിക്കാൻ വേണ്ടി അച്ഛൻ ഹിരണ്യകശിപു എന്തെല്ലാം തന്ത്രങ്ങളും കുന്ത്രങ്ങളും എന്തെല്ലാം തരത്തിൽ അദ്ദേഹം ഗൂഢോത്തരങ്ങൾ വരെ ചെയ്തു നോക്കി. അവസാനം ആരതപ്പതിച്ചു? പ്രഹ്ലാദന് വല്ലതും പറ്റിയോ? പ്രഹ്ലാദനെ തൊടാൻ പോലും പറ്റിയില്ല. തകർന്നതാരാണ്? ഹിരണ്യകശിപു. അതൊരു പക്ഷേ നിങ്ങൾക്ക് കഥയായിരിക്കാം, ചരിത്രമായിരിക്കാം. ഇവൻ ശങ്കരാചാര്യസ്വാമികളുടെ കാലത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ കുറേ ഗൂഢതന്ത്രങ്ങൾ പലരും ഉണ്ടാക്കി നോക്കി, അവരും തകർന്നുപോയി. അപ്പം അങ്ങനെ ഓരോ മഹാന്മാരുടെയും ചുറ്റും ഇങ്ങനെയുള്ള കുറേ നെഗറ്റീവ് ഊർജ്ജങ്ങൾ ഉണ്ടാക്കിയവരൊക്കെ അവസാനം അധപ്പതിച്ചു പോയവർ. ഒരുപക്ഷെ ജീസസിൻ്റെ, ഇനിയിപ്പം നിങ്ങൾ ക്രിസ്ത്യൻ ലോകമാണല്ലോ ഇന്ന് കൂടുതൽ ജീസസിനെ പ്രചരിപ്പിക്കുന്നത്. അപ്പം ജീസസിനെ ഒറ്റിക്കൊടുത്ത ജീസസിനെ കൂടെ നടന്ന ആളാണ്. അങ്ങനെ 30 വെള്ളിക്കാശിന് വേണ്ടി ജൂദാസ് ഒറ്റിക്കൊടുത്ത കഥകളൊക്കെ എല്ലാവരും കേട്ട് കാണും. പിറ്റേ ദിവസം ജൂദാസിന് മാനസികമായ വിഷമം കാരണം സമൂഹം അത്ര അയാൾ ഒരു വെറുത്തുപോയി. അയാൾക്കിനി ജീവിക്കാൻ പറ്റില്ല. അയാൾ ആത്മഹത്യ ചെയ്ത ചരിത്രമാണ്. എന്നാൽ ജീസസ് മരിച്ച ചരിത്രമല്ല കേൾക്കുന്നത്, അയാൾ പുനർത്തെഴുന്നേറ്റ ചരിത്രമാണ് കേൾക്കുന്നത്. അതാണ് പോസിറ്റീവ് എനർജിയുടെ പവർ. ഏത് മഹാന്മാരാവട്ടെ, ഇനി ബുദ്ധനാവട്ടെ, ബുദ്ധൻ്റെ നേരെ അക്രമം ഉണ്ടായി, പക്ഷേ ബുദ്ധന് തൊടാൻ പോലും പറ്റില്ല. ഇന്ന് ബുദ്ധൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗുരുതുല്യനാണ്, അല്ലെങ്കിൽ മഹാജ്ഞാനിയാണ്, അല്ലെങ്കിൽ പൂർണ്ണോദയം വന്ന പൂർണ്ണത പ്രാപിച്ച ഒരു അവതാര പുരുഷനാണ് അല്ലേ ബുദ്ധൻ്റെ കാര്യം. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളെടുത്ത് പഠിക്കുക. നിങ്ങളുടെയൊക്കെ ചുറ്റുപാടിലേക്ക് നോക്കുക. ആ ചുറ്റുപാടിലേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നാം നമ്മുടെ സുഖത്തിന് വേണ്ടി, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നല്ല ഊർജ്ജമുള്ളിടത്ത് പോയി നാം നെഗറ്റീവ് കളി കളിച്ചു കഴിഞ്ഞാൽ അത് ആഞ്ഞടിക്കുന്നത് നമുക്കായിരിക്കും, നമ്മുടെ കുടുംബത്തിനായിരിക്കും. നാളെ എന്തേ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നും സംഭവിച്ചാണെന്ന് തിരിച്ചറിയാനുള്ള വിവേകം കാണാൻ പറ്റില്ല. അതാ വലിയ പ്രശ്നം. കാരണം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കുറ്റം പറയാം. ആളുകൾക്ക് ഇത്തരം കാഴ്ചകളൊന്നും സൂക്ഷ്മത ഇല്ലാത്തതുകൊണ്ട് ആളുകൾക്കത് മനസ്സിലാവില്ല. പക്ഷേ ഇതാണ് അതിൻ്റെ സത്യം. അപ്പം അതുകൊണ്ട് എങ്ങനെ ഇതിനൊരു പരിഹാരമുണ്ടാക്കണം, അതാണ് കൃഷ്ണൻ 41-ാം ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത്. അത് ഗംഭീരമാണ്. തസ്മാത്വം ഇന്ദ്രിയാണ്യാധോ നിയമ്യ ഭരതർഷഭാം പാത്മാനം പ്രജഹീഹേനം ജ്ഞാനവിജ്ഞാനനാശനം. ഒന്നുകൂടി ചൊല്ലാം. തസ്മാത്വമിന്ദ്രിയാണ്യാധോ നിയമ്യ ഭരതർഷഭാം പാത്മാനം പ്രജഹീഹേനം ജ്ഞാനവിജ്ഞാനനാശനം. തസ്മാത്, അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാൻ കൃഷ്ണൻ വഴി പറഞ്ഞു. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അർജുന നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതാണ് അതുകൊണ്ട് എന്നുള്ളത് കൊണ്ടർത്ഥം. തസ്മാത്, നിനക്ക് രക്ഷപ്പെടണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ, നന്നാവണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ, മഹാന്മാർക്ക് അത്രയല്ലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. നന്നാവണോ നന്നാവണ്ടേ നമ്മൾ തീരുമാനം. ഐ ഡോണ്ട് കെയർ, ഒക്കെ കെയർ ചെയ്യണ്ട. പിന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് കൃഷ്ണന്, നിങ്ങൾ കെയർ ചെയ്താലും കെയർ ചെയ്തില്ലെങ്കിലും അടിക്കേണ്ടത് അടിക്കും, തിരിച്ചു കിട്ടും. കർമ്മത്തിൻ്റെ ശക്തി മാറ്റാൻ ഒരു ദൈവം തമ്പുരാനും പറ്റില്ല. അന്ന് നിങ്ങൾ കരയരുത്, അന്ന് നിങ്ങൾ തളരരുത്. കാരണം ഇതെന്തേ ഇങ്ങനെയൊക്കെ സംഭവിച്ച് എന്നത് പറഞ്ഞ് കരയാനുള്ള യോഗ്യത ഉണ്ടാവരുത്. കാരണം യോഗ്യത ഇല്ലേ നിങ്ങൾക്ക്, യോഗ്യത ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്നത് നന്നാവണം എന്നുണ്ടെങ്കിൽ നന്നായിക്കോളൂ. വഴി ഇതാണ്. അപ്പോൾ നോക്കൂ, ഇത്രയും മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തരികയാണ്. ഇനിയിപ്പോൾ അത് അറിയില്ല, ആരും പറഞ്ഞു തന്നില്ല, എനിക്ക് അറിയില്ലായിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, സൂക്ഷ്മ ശക്തികളുടെ സ്വാധീനം അത് നിങ്ങൾക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറത്തു പോകുന്ന എനർജിയാണ്. നിങ്ങൾക്കൊരു പക്ഷേ ചിന്തയായിരിക്കും, പക്ഷെ ചിന്ത എനർജിയാണ്. നിങ്ങൾ സ്വയം വിലയിരുത്തി നോക്കുക, അത് എൻ്റെ സ്വാർത്ഥ സുഖത്തിൻ്റെ ഊർജ്ജമാണോ പുറത്തേക്ക് പോകുന്നത്, എൻ്റെ സുഖത്തിൻ്റെ, എൻ്റെ ഇഷ്ടത്തിൻ്റെ, എൻ്റെ പ്രിയത്തിൻ്റെ ഊർജ്ജമാണോ, അതോ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ ഞാൻ ചിന്തിക്കുന്നത്, അത് എൻ്റെ ഒരു ടൈം പാസ്സാണ്. നമ്മൾ സ്വയം ചിന്തിക്കുക. ഏത് ഊർജ്ജത്തിനും എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, അത് തിരിച്ചു വരും. ഇപ്പം നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഊർജ്ജം ചെലവഴിക്കുന്നത്, ആ അന്തരീക്ഷം നോക്കുക, അതെങ്ങനെയുള്ള അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷം ഒരു പോസിറ്റീവ് അന്തരീക്ഷമാണെങ്കിൽ അവിടെ നിങ്ങൾ പോയി കളിച്ചാൽ അതിൻ്റെ അടി പെട്ടെന്നായിരിക്കും.
ഷോക്ക് അടിക്കുന്ന പോലെയാണ്. 3 ഫേസ് ലൈൻ്റെ മുകളിൽ പോയിട്ട് കൈവച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന അടിയുണ്ടല്ലോ, അത് സാധാരണ സിംഗിൾ ഫേസിൽ കിട്ടുന്ന പോലെയല്ല, അടി ശക്തമായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്കറിയണം നമ്മളെവിടെയാണ് ഈ കളിക്കുന്നതെന്ന്. എല്ലായിടത്തും പോയി കളിക്കരുത്. 2, ആ അടി നമുക്ക് കിട്ടുമ്പോൾ നമ്മളെന്താ തെറ്റിദ്ധരിക്കുക, ഇതൊക്കെ ഓരോരുത്തരും ഫെയ്റ്റ് എന്നുള്ളതാണ്, ഒക്കെ വിധി എന്നാണ്. വിധിയല്ല സാറേ, നിങ്ങളത് വാക്കുകൾ തെറ്റായിട്ട് ഉപയോഗിക്കരുത്. ഇത് നമ്മുടെ തന്നെ പ്രവൃത്തിയുടെ തിരിച്ചടികളാണ്, കർമ്മഫലങ്ങളാണ്. കർമ്മമുണ്ടോ കർമ്മഫലമുണ്ട്. നിങ്ങളുടെ ഉള്ളിലൊരു നെഗറ്റീവ് ചിന്ത വന്നിട്ടുണ്ടോ അതിന് നെഗറ്റീവ് അടി കിട്ടിയേ പറ്റുള്ളൂ. അത് നമ്മൾ അംഗീകരിക്കില്ല. കാരണം നമുക്ക് ഫെയ്റ്റ് എന്നുള്ളൊരു വാക്ക് പറഞ്ഞ് രക്ഷപ്പെടാം. ഇതൊന്നും ഫെയ്റ്റ് അല്ല, ആ ഫെയ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മളാണ്. നമുക്കതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ പറയണത്, തസ്മാത്, വേണമെങ്കിൽ രക്ഷപ്പെട്ടുള്ളൂ. വഴി ഞാൻ പറഞ്ഞുതരാം. രക്ഷപ്പെടാൻ എല്ലാവരും യോഗ്യരാണ്, അർഹരാണ്. നന്നാവാൻ ഇവിടെ എല്ലാവർക്കും യോഗ്യതയുണ്ട്. ഈവൻ സ്ത്രീകൾക്ക് പോലും രക്ഷപ്പെടാം. അതായത് ചില മതക്കാരൊക്കെ പറയുന്നത്, മതങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന സ്ത്രീകളൊരു സെക്കൻഡറി സിറ്റിസനാണ്, ആണുങ്ങൾക്കാണ് അവിടുത്തെ പൗരോഹിത്യ മേധാവിത്വം മുഴുവൻ. സ്ത്രീകളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വെപ്പാട്ടികളോ ദൈവത്തിൻ്റെ ഒരു സെക്കൻഡ് ക്രിയേഷനൊക്കെയാണ്. ഏറ്റവും പ്രഥമ ക്രിയേഷൻ ആണുങ്ങളാണ്. ഹിന്ദുമതം അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള പൊട്ടത്തരം പ്രചരിപ്പിക്കില്ല. ഇവിടെ ആണെന്നോ പെണ്ണെന്നോ ഇല്ല, ഇവിടെ മനസ്സുകളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ആണിനും മനസ്സിൻ്റെ അതേ തുല്യ മനസ്സ് സ്ത്രീക്കുണ്ട്. ഒരാണിൻ്റെ ഉള്ളിലുള്ള ദുർബല വികാരങ്ങളൊക്കെ സ്ത്രീയുടെ ഉള്ളിലുണ്ട്. ഒരാണിൻ്റെ ഉള്ളിലുള്ള നന്മകളൊക്കെ സ്ത്രീയുടെ ഉള്ളിൽ. ഒരുപക്ഷെ ആണിനേക്കാൾ നന്മ സ്ത്രീകൾക്കായിരിക്കും. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത്, സ്ത്രീയുടെ തപസ്സുണ്ടെങ്കിൽ ഒരു വീട് രക്ഷപ്പെട്ടു. എന്നാൽ ഒരാണിൻ്റെ നെഗറ്റിവിറ്റി ഒരു കുടുംബത്തെ മുഴുവൻ തകർക്കുകയും ചെയ്യും. ഒരാണിൻ്റെ നെഗറ്റിവിറ്റി ഒരു കുടുംബത്തെ തകർക്കും, ഒരു സ്ത്രീയുടെ തപസ് ഒരു കുടുംബത്തെ രക്ഷിക്കും. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നാം മനസ്സിലാക്കിയാൽ നല്ലതാണ്. അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ ആര് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു, ആണാവട്ടെ പെണ്ണാവട്ടെ. കാരണം കൃഷ്ണൻ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് 2 മനസ്സുകളെയാണ്, ആണിൻ്റെ മനസ്സ്, പെണ്ണിൻ്റെ മനസ്സ്. വാസ്തവത്തിൽ മനസ്സും ഒന്ന് തന്നെയാണ്, ഒരേ ഊർജ്ജം തന്നെയാണ്. പിന്നെ നമ്മളൊരു ഇവിടുത്തെ ഒരു സാമാന്യ ഭാഷയായിട്ട് പറയുന്നു ആണ് പെണ്ണ് എന്നുള്ളത്. മനസ്സിന് ആണും പെണ്ണുമാണ്. അപ്പോൾ ഒരേ മനസ്സിനെയാണ് കൃഷ്ണൻ അഭിസംബോധന ചെയ്യുന്നത് ചുരുക്കം. അപ്പം അതുകൊണ്ട് ഏത് മനസ്സാണോ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്, നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നത്, ഉയരണമെന്ന് ആഗ്രഹിക്കുന്നത്, തൻ്റെ ജീവിതം തനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രയോജനമാവട്ടെ, മറ്റുള്ളവർക്ക് കൂടി ഒരു അനുഗ്രഹമാവട്ടെ, അതല്ല എൻ്റെ സ്വാർത്ഥ സുഖം, എൻ്റെ ഇഷ്ടം, എൻ്റെ ലോകം, എൻ്റെ ഈ ക്രൈവിൻ്റെ അകത്ത് കിടക്കുന്നവന് ഉയർച്ചയല്ല അധഃപതനമാണ് എന്ന് നാം തിരിച്ചറിയും. അതുകൊണ്ട് കൃഷ്ണൻ ഈ വിഷയം വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നത് 41-ാം ശ്ലോകത്തിലാണ്. നമ്മുടെ സമയം ഇപ്പോൾ അത് വിശദീകരിക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഗംഭീരമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാം, ഹരി ഓം.